നമസ്കാരം. തന്മാത്ര എന്ന ചിത്രത്തിലൂടെ മലയാളിയുടെ പ്രിയങ്കരിയായി മാറിയ താരമാണ് മീര വാസുദേവ്. 43-കാരിയായ താരം കുടുംബ പ്രേക്ഷകർക്ക് സുപരിചിതയായി മാറിയത് ഏഷ്യാനെറ്റിൽ സംരക്ഷണം ചെയ്തിരുന്ന കുടുംബവിളക്ക് എന്ന സീരിയലിലൂടെയാണ്. തന്മാത്രയും താക്കോലും അടക്കം നിരവധി മലയാള സിനിമകളുടെ ഭാഗമായിട്ടുണ്ടെങ്കിലും സീരിയൽ ചെയ്ത കഥാപാത്രങ്ങളാണ് സ്ത്രീകൾക്കിടയിൽ മീരയ്ക്ക് സ്വീകാര്യത നേടിക്കൊടുത്തത്. മൂന്നാം വിവാഹബന്ധവും വേർപ്പെടുത്തിയതിന്റെ പേരിൽ കടുത്ത സൈബർ അധിക്ഷേപം നേരിടേണ്ടി വന്ന താരമാണ് മീര വാസുദേവ്. അടുത്തിടെ അവർ തന്നെയാണ് താൻ സിംഗിളാണെന്ന് വെളിപ്പെടുത്തിയത്. എന്നാൽ ഇത്തരം അധിക്ഷേപങ്ങളോടൊന്നും മീര പ്രതികരിച്ചിരുന്നില്ല. ജീവിതത്തിൽ നിന്നും പാഠം പഠിച്ച് വളരണമെന്നതാണ് അവരുടെ കാഴ്ചപ്പാട്. ഇപ്പോഴത്തെ നടിയെക്കുറിച്ച് സംവിധായകൻ ആലപ്പി അഷ്റഫ് പറയുന്ന വാക്കുകളാണ് ശ്രദ്ധ നേടുന്നത്. അദ്ദേഹത്തിന്റെ ചാനലിൽ പങ്കുവച്ച വാക്കുകൾ ഇങ്ങനെ: ബ്ലസ്സി സംവിധാനം ചെയ്ത തന്മാത്ര എന്ന ഒരൊറ്റ ചിത്രത്തിലെ അഭിനയം കൊണ്ട് മലയാളി പ്രേക്ഷകരുടെ മനസ്സിൽ അവർ ഇടം നേടിയ നടിയാണ് മീര വാസുദേവ്. ബോംബെയിൽ ജനിച്ചു വളർന്ന ഒരു തമിഴ് ബ്രാഹ്മണ കുടുംബാംഗമാണ് അവർ. പരസ്യചിത്രങ്ങളുടെ മോഡലായിരുന്ന മീര വാസുദേവ് നിരവധി അന്യഭാഷാ ചിത്രങ്ങളിലും അഭിനയിച്ചിട്ടുണ്ട്. ഇപ്പോൾ അവർ മലയാള സീരിയലുകളിൽ സജീവവുമാണ്. കുടുംബവിളക്ക് എന്ന ജനപ്രിയ സീരിയലിൽ അഭിനയിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് അതിലെ ക്യാമറാമാനും മീരയേക്കാൾ പ്രായത്തിൽ ഇളയതുമായ വിപിൻ പുതിയംഗവുമായി മീര പ്രണയത്തിലാകുന്നത്. പിന്നീട് അവർ തമ്മിൽ വിവാഹിതരാവുകയും ചെയ്തു. നിർഭാഗ്യമെന്ന് പറയട്ടെ, ആ വിവാഹബന്ധം ഒരു വർഷമേ നീണ്ടു നിന്നുള്ളൂ. അവർ തമ്മിൽ പിരിയുകയാണ് ഉണ്ടായത്. ഈ വിവാഹബന്ധം വേർപിരിഞ്ഞപ്പോൾ വലിയ രീതിയിലുള്ള സൈബർ ആക്രമണവും ട്രോളുകളുമൊക്കെ ഏറ്റുവാങ്ങേണ്ടി വന്നതിന്റെ പ്രധാന കാരണം ഇത് മീരയുടെ മൂന്നാം വിവാഹമായതുകൊണ്ടാകാം. ഇക്കാര്യത്തിൽ മീര പറയുന്നത് അനുഭവത്തിലൂടെ ജീവിതം പഠിച്ചു വളരണമെന്നാണ്. നമ്മുടെ സ്വന്തം സ്പേസിൽ നമ്മൾ കംഫർട്ട് ആകണമെന്നും അവർ പറയുന്നുണ്ട്. ട്രോളർമാരിൽ നിന്ന് വരുന്ന മോശം കമന്റുകൾ കൂടാതെ നിരവധി പേർ രംഗത്ത് വന്ന് പറയുന്നത് 4ാമത്തെ വിവാഹത്തിന് ഞാൻ തയ്യാറാണെന്നാണ്. എന്നാൽ മറ്റു ചിലർ വന്ന് പറയുന്നു വിവാഹം കഴിക്കാൻ ഞാൻ തയ്യാറാണ്, പക്ഷേ എൻ്റെ കയ്യിൽ പണമില്ല എന്ന്. എന്നാൽ ചിലരുടെ അഭിപ്രായം മറിച്ചാണ്. ജീവിതത്തിലെ ഏറ്റവും മനോഹരമാക്കേണ്ട ഘട്ടം ജീവിതത്തിലെ ഏറ്റവും ലജ്ജാകരമായ ഘട്ടമായി അവർ മാറ്റിയെന്നാണ്. ഇതിനൊക്കെയുള്ള മറുപടിയായിട്ടാകണം മീര പറഞ്ഞത് അനുഭവങ്ങളിൽ നിന്നും പാഠം പഠിച്ചു വളരണമെന്ന്. മീര ഇനി ഒരു വിവാഹം കഴിച്ചാലും അവരെ കുറ്റം പറയേണ്ടതില്ല. അവരുടെ കാഴ്ചപ്പാട് അനുഭവങ്ങളിൽ നിന്നും പാഠം പഠിക്കുക എന്നതാണ്. ഇനിയും അനുഭവിച്ചറിയാൻ മീര ചിലപ്പോൾ വീണ്ടും വിവാഹം കഴിച്ചെന്നിരിക്കും. അത് അവരുടെ ജീവിതമല്ലേ, അത് ഡിസൈൻ ചെയ്യേണ്ടത് നമ്മളല്ലല്ലോ. അവർ വിദ്യാസമ്പന്നയായ ഒരു സ്ത്രീയാണ്. സൈക്കോളജിയിൽ ഡിഗ്രി എടുത്തവരാണ്. മീരയുടെ വിവാഹ ജീവിതത്തിലൂടെ 3 പുരുഷന്മാരാണ് കടന്നു പോയിട്ടുള്ളത്. അവരുടെ 23ാമത്തെ വയസ്സിലായിരുന്നു ആദ്യ വിവാഹം. 2005-ലായിരുന്നു അത്. 2010 കൂടി പരസ്പര ധാരണയോടെ ആ ബന്ധം വേർപ്പെടുത്തുകയാണ് ഉണ്ടായത്. പ്രസിദ്ധ ക്യാമറാമാൻ അശോക് കുമാറിന്റെ മകനായ വിശാൽ അഗർവാൾ ആയിരുന്നു മീരയുടെ ആദ്യ ഭർത്താവ്. മീരയുടെ ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ കാലം നീണ്ടുനിന്ന വിവാഹ ജീവിതം വിശാലമൊത്തുള്ളതായിരുന്നു. ഏതാണ്ട് 5 വർഷക്കാലത്തോളം. അതിൽ അവർക്ക് കുട്ടികളൊന്നുമില്ല. രണ്ടാമതായി അവർ വിവാഹം കഴിച്ചത് തമിഴിലെ വില്ലൻ നടനായ ജോൺ കൊക്കനെ ആയിരുന്നു. ഈ ബന്ധത്തിൽ മീരയ്ക്ക് ഒരു ആൺകുട്ടി ജനിച്ചു. നിർഭാഗ്യം എന്ന് പറയട്ടെ, ആ ബന്ധവും അവസാനിപ്പിക്കേണ്ടതായി വന്നു. 4 വർഷക്കാലമേ ആ വിവാഹ ജീവിതത്തിന് ആയുസ്സുണ്ടായിരുന്നുള്ളൂ. ജീവിതത്തിലെ നെഗറ്റീവിനെ തള്ളിക്കളഞ്ഞു എന്നാണ് ഈ വിവാഹമോചനത്തെക്കുറിച്ച് അവർ പറഞ്ഞത്. പിന്നീട് 8 വർഷത്തിനു ശേഷമാണ് വിഭിന്നമായിട്ടുള്ള പ്രണയവും വിവാഹവും ഒക്കെ. ഈ വിവാഹത്തിൽ മറ്റുള്ളവർ കണ്ടെത്തിയ ന്യൂനത എന്തെന്ന് വെച്ചാൽ വിപിനുമായിട്ടുള്ള മീരയുടെ പ്രായത്തിന്റെ അന്തരമാണ്. മീരയേക്കാൾ വളരെ പ്രായം കുറവായിരുന്നു വിപിന്. മറ്റുള്ളവർ പല കിംവദന്തികളും അവരുടെ വിവാഹബന്ധം വേർപ്പെടുത്തിയതിനെ കുറിച്ച് പറയുന്നുണ്ട്. എന്നാൽ മീര പൊതുമധ്യത്തിൽ അതിന്റെ കാരണങ്ങളൊന്നും തന്നെ വെളിപ്പെടുത്തിയിട്ടില്ല. സാധാരണ വിവാഹബന്ധം വേർപ്പെടലിൽ കലാശിക്കുമ്പോൾ പരസ്പരം ചെളിവാരി എറിഞ്ഞ് ഉള്ളതും ഇല്ലാത്തതുമായ കഥകൾ മെനയുന്നതും പറയുന്നതുമൊക്കെ സർവ്വസാധാരണമാണല്ലോ. അതിൽ നിന്നൊക്കെ മീരയെ വ്യത്യസ്തയാക്കുന്നത് തന്റെ ജീവിത പങ്കാളിയായിരുന്നവരെ കുറിച്ച് മോശമായ ഒരു ആക്ഷേപവും ഉയർത്തുന്നില്ല എന്നതാണ്. മാത്രമല്ല അവരുടെയൊക്കെ നല്ല ഗുണങ്ങളെക്കുറിച്ച് പ്രകീർത്തിച്ച് പറയുന്നതുമുണ്ട്. വൈരാഗ്യ ബുദ്ധിയോടെ അവരെ താഴ്ത്തി പറയുന്നില്ല എന്നത് മീരയുടെ വലിയ മനസ്സിനെ തുറന്നു കാട്ടുന്നത് കൂടിയാണ്. തന്മാത്ര എന്ന ചിത്രത്തിൽ മോഹൻലാൽ അവതരിപ്പിച്ച രമേശൻ നായർ എന്ന കഥാപാത്രം തന്റെ ഭാര്യ ലേഖയുമായി ശാരീരിക ബന്ധത്തിൽ ഏർപ്പെടുന്ന ഒരു കിടപ്പറ രംഗമുണ്ട്. അത് സാധാരണയിൽ നിന്നും വിഭിന്നമായി അതിന്റെ പെർഫെക്ഷനു വേണ്ടി കൃത്രിമത്വം ഇല്ലാതെ ചിത്രീകരിക്കേണ്ട രംഗമായിരുന്നു. ബ്ലസ്സി ലേഖ എന്ന ഈ കഥാപാത്രമാകാൻ വേണ്ടി മലയാളത്തിലെ ചില മുൻനിര നടിമാരെ സമീപിച്ചിരുന്നു. എന്നാൽ മോഹൻലാലിനോടൊപ്പമുള്ള ഈ കിടപ്പറ സീനിനെ കുറിച്ച് കേട്ടപാടെ നടിമാർ പലരും ഓടി രക്ഷപ്പെടുകയാണ് ഉണ്ടായതെന്ന് പറയപ്പെടുന്നു. നമ്മുടെ മോഹൻലാൽ അല്ലേ അദ്ദേഹം പെർഫെക്ഷന് വേണ്ടി ഒറിജിനലായി എന്തെങ്കിലും ചെയ്തു കളയുമോ എന്ന ഭയം കൊണ്ടായിരിക്കാം ഒരുപക്ഷെ നമ്മുടെ നടിമാരൊക്കെ ഓടി രക്ഷപ്പെട്ടത്. എന്നാൽ ഈ കഥാപാത്രത്തിനായി മീരയെ സമീപിച്ചപ്പോൾ മീര ചില ഡിമാൻഡുകൾ വെച്ചു. ഷൂട്ട് ചെയ്യുമ്പോൾ കൂടുതൽ ആളുകൾ ഉണ്ടാകാൻ പാടില്ലെന്നും തന്റെ സ്വകാര്യ ഭാഗങ്ങൾ മറഞ്ഞിരിക്കണമെന്നുമാണ്. ബ്ലസ്സി സാർ എനിക്ക് തന്ന വാക്ക് അതേപോലെ പാലിച്ചിരുന്നു എന്നവർ പറയുന്നുണ്ട്. ബ്ലസ്സിയും അസോസിയേറ്റ് ക്യാമറാമാനും ഫോക്കസ് പുള്ളറും മാത്രമേ ആ രംഗം ഷൂട്ട് ചെയ്യുമ്പോൾ അവിടെ ഉണ്ടായിരുന്നുള്ളൂ. ബാക്കി എല്ലാവരെയും ഒഴിവാക്കിയിരുന്നു. ഷൂട്ടിംഗ് തുടങ്ങിയപ്പോൾ ലാൽ സാർ എന്നെ കൂടുതൽ കംഫർട്ടാക്കാൻ ശ്രമിച്ചു. അതുകൊണ്ട് എനിക്ക് ആ സീൻ ചെയ്യുന്നതിൽ ഒരു ബുദ്ധിമുട്ടും തോന്നിയില്ലെന്ന് അവർ പറയുന്നു.
എന്തൊക്കെ പറഞ്ഞാലും എങ്ങനെയൊക്കെ ആയാലും ആ ചിത്രത്തിൽ ആ കഥാപാത്രത്തിന് ജീവൻ നൽകി പെർഫെക്ഷനോട് കൂടി അവർ പെർഫോം ചെയ്തത് ആ കഥാപാത്രത്തെ അനശ്വരമാക്കി. 43 വയസ്സിനിടയിൽ 3 വിവാഹമോചനങ്ങൾ നടത്തേണ്ടി വന്ന നിർഭാഗ്യവതിയായ ഒരു സ്ത്രീയാണവർ. ഇന്നവർ തനിച്ചാണെങ്കിലും സന്തോഷവതിയാണെന്ന് അവർ പറയുന്നു. കാരണം എന്തിനെ വിലമതിക്കണമെന്നും എന്തിന് പ്രാധാന്യം നൽകണമെന്നും ചിന്തിക്കുവാൻ അത് തന്നെ സഹായിച്ചിട്ടുണ്ടെന്നാണ് അവർ പറഞ്ഞത്. മേരിയുടെ ഈ വാക്കുകളിൽ തന്നെയുണ്ട് അവർ അനുഭവിച്ച ജീവിത യാഥാർത്ഥ്യങ്ങളെന്ന് ആലപ്പി അഷ്റഫ് പറയുന്നു. അതേസമയം തന്നെ തന്റെ വ്യക്തി ജീവിതത്തെക്കുറിച്ച് അനാവശ്യമായ തെറ്റിദ്ധാരണകൾ പരക്കാതെ ഇരിക്കാനാണ് ബന്ധം വേർപ്പെടുത്തിയ വിവരം സോഷ്യൽ മീഡിയ വഴി അറിയിച്ചതെന്നാണ് മീര ഒരു അഭിമുഖത്തിൽ കഴിഞ്ഞ ദിവസം പറഞ്ഞത്. തെറ്റായ കാര്യങ്ങൾ പരക്കാതിരിക്കാനും തെറ്റിദ്ധാരണ ഉണ്ടാകാതിരിക്കാനുമാണ് ഞാൻ വിവാഹമോചിതയാണെന്നും സിംഗിളാണെന്നും വെളിപ്പെടുത്തിയത്. എന്നെക്കുറിച്ച് വരുന്ന നെഗറ്റിവിറ്റിയും വീഡിയോകളും ബാധിക്കാറില്ല. ഇതെല്ലാം സംഭവിക്കുമെന്ന് നേരത്തെ തന്നെ ഉൾക്കൊണ്ട് കഴിഞ്ഞു. എനിക്ക് തെറ്റുകൾ പറ്റിയിട്ടുണ്ട്. എനിക്കൊന്നും ഒളിപ്പിക്കാനില്ല. ഇനി ജീവിതവുമായി മുന്നോട്ട് പോകണം. ഞാൻ ഇപ്പോൾ കരിയറിൽ വളരെ ബിസിയാണ്. ഇപ്പോഴത്തെ ജീവിതത്തിൽ വളരെ ഹാപ്പിയാണ്. എൻ്റെ ജീവിതത്തിലെ ഏറ്റവും മനോഹരമായ ഒരു ഘട്ടത്തിലാണിപ്പോൾ. വ്യക്തത ജീവിതത്തിൽ വരുന്നത് എക്സ്പീരിയൻസിലൂടെയാണ്. നമ്മുടെ സ്പേസിൽ നമുക്ക് കംഫർട്ട് ഇല്ലെങ്കിൽ മറ്റുള്ളവരുടെ സാധൂകരണം ചോദിക്കേണ്ടി വരും. അങ്ങനെ വരുമ്പോൾ മറ്റുള്ളവർ പറയുന്നത് നമ്മുടെ സത്യമായി മാറും എന്ന് കരുതി നമ്മൾ മറ്റുള്ളവരെ വേദനിപ്പിക്കേണ്ടതില്ല. പക്ഷെ അനുഭവങ്ങളിൽ നിന്ന് പഠിച്ചു വളരണം. പ്രശ്നങ്ങളുമായി എൻ്റെ അടുത്ത് വരരുത്. ഒപ്പം പരിഹാര മാർഗങ്ങളോ ചോയ്സുകളോ കൊണ്ടുവരണം. ശേഷം ചർച്ച ചെയ്ത് തീരുമാനിക്കാമെന്നാണ് അച്ഛൻ എന്നെ പഠിപ്പിച്ചിട്ടുള്ളത്. ഇപ്പോഴും അച്ഛൻ്റെയും അമ്മയുടെയും മോൻ്റെയും മാർഗനിർദ്ദേശങ്ങൾ ഞാൻ എൻ്റെ കാര്യങ്ങൾ ഉപയോഗിക്കാറുണ്ട്. കുട്ടികൾ വളരെ ഇൻ്റലിജൻ്റ് ആണ്. ചിലപ്പോഴൊക്കെ ഞങ്ങളുടെ സംസാരം കേട്ട് മോൻ പരിഹാര മാർഗങ്ങളുമായി വരും. ഞാൻ ഒരിക്കൽ പോലും ആ രീതി ചിന്തിച്ചിട്ടുണ്ടാവില്ല. എൻ്റെ കുടുംബത്തോടൊപ്പം ഹാപ്പിയാണ്. വളരെ സ്ഥിരതയുള്ള ഒരു സ്ഥലത്താണിപ്പോൾ. എൻ്റെ കരിയർ നല്ലൊരു സ്റ്റേജിലാണ്. ഞാൻ എപ്പോഴും ആഗ്രഹിച്ചിരുന്ന ഒരുപാട് കാര്യങ്ങൾ ഇപ്പോൾ ചെയ്യുന്നുണ്ട്. കരിയറിലും വളരെ ബിസിയാണെന്നും നടി കൂട്ടിച്ചേർത്തു. 2024 മെയ് മാസത്തിലാണ് മീരയും വിപിനും വിവാഹിതരായത്. പാലക്കാട് സ്വദേശിനിയാണ് വിപിൻ. കോയമ്പത്തൂരിൽ വെച്ചായിരുന്നു വിവാഹം. മീര പ്രധാന വേഷത്തിലെത്തിയ കുടുംബവിളക്കടക്കമുള്ള സീരിയലുകളുടെ ക്യാമറാമാനായിരുന്നു വിപിൻ. ചില ഡോക്യുമെന്ററികൾക്കും പിന്നിലും പ്രവർത്തിച്ചിട്ടുണ്ട്.